ഇന്നലെ നമ്മൾ കണ്ടത്തിൽ വന്നിനി, എന്നിട്ട് ഒരു കയ്യൊന്നും പോലും ഇവിടെ ഏടി ഉണ്ടായിട്ടാ. പക്ഷെ ഇന്ന് നോക്കി എത്ര കിട്ടിയെന്ന് എനിക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല, അത്ര സന്തോഷമായി. ഹലോ, നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം നമ്മുടെ വീടിൻ്റെ താഴെ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോയെന്ന്. അപ്പോൾ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ കയ്യൊന്നുമില്ല, കയ്യൊന്നി നമ്മൾ മുടിക്ക് കാച്ചുന്നത് അതൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയത്. നമ്മളിവിടെ കയ്യൊന്നുമില്ല, ആരെയൊക്കെയില്ല. കണ്ടാകുമ്പോൾ നമ്മുടെ തണുത്ത പ്രദേശമല്ലേ, ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് ഞാനും അമ്പൂട്ടനും കണ്ണനും കൂടെ. കണ്ണനിന് ലീവാണ്, ഇലക്ഷൻ്റെ ലീവ് ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കാച്ചാന്ന് വിചാരിക്കുന്നത്. കാരണം കുറച്ച് ആളുകൾ ഇങ്ങനെ വെളിച്ചെണ്ണ കാച്ച പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് കാച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ കയ്യൊന്നില്ല ഭയങ്കര എൻ്റെ ബൃങ്ക, അതല്ല എൻ്റെ ഏറ്റവും കൂടുതൽ മുടി വളരാനുള്ള പ്രധാന ഘടകം. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വാതിൽ ലേശം ഉണ്ടായി. കണ്ടത്ത് പോയി കുറച്ചുകൂടെ കിട്ടിയാൽ അടിപൊളിയല്ലേ. അപ്പോൾ കണ്ടത്ത് പോയിട്ട് കാണാം കേട്ടോ, നമുക്ക് കണ്ടത് കാണിച്ചു തരാം. അപ്പോൾ വാ കണ്ടത്തിലേക്ക് പോവാം. അല്ല ബിട്ടാ, ഓക്കെ. അപ്പോൾ കണ്ണൻ സൈക്കിൾ അവർ വരുന്നത് നമുക്ക് ഒന്നിച്ച് നടക്കാൻ പറയുമ്പോൾ പറഞ്ഞാൽ കേൾക്കണ്ടേ. അപ്പോൾ നമുക്ക് നിങ്ങൾ അവിടെ നമ്മൾ നടന്നോ, അതിൻ്റെ അടുത്ത വീടിൻ്റെ പയ്യ സൈക്കിൾ വരാം. അപ്പോൾ നമ്മൾ പോയിട്ട് വരും രസമല്ലേ. നമ്മൾ രണ്ടാമത്തെ വർഷം കണ്ടത്തിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രകൃതിരമണീയമായ പരിസരമാണിത്. നമ്മളെ അനുസരിച്ച് ഒരുപാട് മരങ്ങളുണ്ട്, നമ്മൾ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. വാ. അപ്പോൾ നമ്മളുടെ കണ്ടം എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് നമ്മളെ കണ്ടം. അപ്പോൾ പ്രശാന്ത സുന്ദരമായ നമ്മളെ കണ്ടത്തിൽ കയ്യൊന്നി ഉണ്ടോ നോക്കട്ടെ. പ്രത്യേക ഭംഗിയാണ് കണ്ടുമല്ലോ, കണ്ടും വയലും അതുപോലെ അതിൻ്റെ ഫുള്ള് കൗന്തോട്ടെല്ലായിട്ട് നല്ല ഭംഗിയേറിയൊരു സ്ഥലമാണല്ലേ. ഇങ്ങോട്ടേക്ക് വരാനെല്ലാം നല്ലൊരു ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇങ്ങോട്ട്, എനിക്ക് അറിയില്ല. മടി പിടിച്ച് വീട്ടിലിരിക്കും, അമ്പൂട്ടനെ നോക്കി ബാക്കി സമയം മൊബൈലിൽ നോക്കിയിട്ടിരിക്കും. സൂപ്പറല്ലേ. അപ്പോൾ ഈടെയാണ് കയ്യൊന്നിയിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അമ്പൂട്ടനെ കാണാൻ കുറച്ച് സമയം എടുത്തോട്ടെ. ബെസ്റ്റ് ടീമാണ് നമ്മൾ. ഒരുത്തൻ കയ്യോന്നി എന്ന് പറഞ്ഞിട്ട് കണ്ട ഇല കണ്ടോ, ബെസ്റ്റ് ടീമാണ് നമ്മൾ കണ്ടത്തിൽ വന്നവർ. എടുത്ത് നമുക്ക് തീരെ അറിയില്ല, കുരങ്ങനെ പൂവാല കൊടുത്ത പോലെ കളിയാണ് നമ്മേരെ. കണ്ടത്തിൽ നമ്മൾ മൂന്നാൾ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരാളും കൂടെ കൂട്ടിയിട്ട് വരായിരുന്നു, പക്ഷേ ആരും ഇല്ല കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട്. കയ്യൊന്നി ഏതാണെന്ന് കൂടെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ. കൊടവേനൽ അങ്ങനെ കുറച്ച് ഇലകളിൽ കണ്ടെത്തുനിന്ന് കിട്ടലുണ്ട്, അത് നോക്കിയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് ഇല കാണുന്നുണ്ട്, ഇത് ഏതാ കയ്യൊന്നി അറിയില്ല. അവസാനം തപ്പി പിടിച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. വാ നോക്കാം. അമ്പൂട്ടനെ എടുത്തിട്ടായി നടക്കുന്നത്, അതുകൊണ്ട് തീരെ ക്ഷീണം വരുന്നത്. കാരണം അമ്പൂട്ടന് ചെരുപ്പെടുക്കാൻ മറന്നു. അതൊന്നല്ല, അത് വേറെന്തോ ആണ് അറിയില്ല. അതെല്ലാം പണ്ടേ ഇല്ലതാണ്, അതിൻ്റെ പേരൊന്നും അറിയില്ല. ഓരോരോ ഇലകളുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ നമുക്ക് പേരറിയാത്ത പച്ചമരുന്നെല്ലാം കാണുമായിരിക്കും. എന്ത് ചെയ്യല് ഇനി, ആരുമില്ലല്ലോ. എന്നാ ചെയ്യണ്ടടാ, പറ ഇനി എന്താ ചെയ്യണ്ട്. ഓൻ അതിൽ ഓടുകയെന്ന്. ഇനി അമ്പൂട്ടനെ നോക്ക്. അമ്പൂട്ടനാണെങ്കിൽ ചെരുപ്പിട്ട് കൊടുക്കാതെ വളരെ കഷ്ടമായിപ്പോയി. അമ്പൂട്ടൻ അമ്മേൻ്റെ ചെരുപ്പിട്ടാന്നല്ലേ കേട്ടാ. എന്നിട്ട് നടന്നാ, നമുക്ക് ചെരുപ്പിലൊന്നും വേണ്ടിയില്ല. അമ്മേൻ്റെ ചെരുപ്പിട്ടോ അമ്പൂട്ടാ കേട്ടോ. എന്തൊരു കഷ്ടമായിരിക്കുന്നത്. വരവേ വളരെ ദയനീയ വരവായി. ശ്രദ്ധിച്ചടക്കണേ, നീ എന്തെങ്കിലും ഓടുന്നേ. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഒരുപാട് ഇലകളെല്ലാം ഉണ്ട്, ഇതിൻ്റെ എല്ലാം പേരെന്താ എല്ലാം ഉണ്ട് ഇലകൾ, അറിയില്ലാന്നില്ല. ഭയങ്കര കഷ്ടമായിപ്പോയി. ഒരു സ്ഥലത്ത് കയ്യൊന്നും കാണുന്നില്ല, വെറുതെ ഒരു വരവായിപ്പോയി. അമ്പൂട്ടൻ എൻ്റെ ചെരുപ്പിട്ട് നടക്കുന്നു. അമ്പൂട്ട അങ്ങോട്ട് പോകല്ലേ, അമ്പൂട്ട അങ്ങോട്ട് പോകല്ലേ. ആ ചെരുപ്പ് ഇട്ടിട്ട് അമ്മേൻ്റെ അമ്പൂട്ടൻ്റെ ചെരുപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയി, അതായിപ്പം പറ്റിപ്പോയത്. ഇത് ചെയ്യണ്ട് ദിവസം വരുന്നവർക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. എവിടെ പോകണ്ടു, ഞാൻ പോകാൻ തോന്നുന്നു, എനിക്ക് മടുപ്പ് വരുന്നു. ഞാൻ ചെരുപ്പിടാതെ നടക്കുന്നു, മുള്ളൊന്നും ഇല്ല സമാധാനം. അവിടെ ശ്രദ്ധിക്കണേ. എന്തോ 4 അമ്പയുണ്ട്. ആ ഒരു അമ്പേനെ അവിടെ മേയിച്ചിട്ടുണ്ടേ. അപ്പോൾ നല്ല രസമില്ല അമ്പ മേയിച്ച്. അതെന്തോ പണ്ടെല്ലാം ഈ ഇല എടുത്തിട്ട് നമ്മൾ സ്കൂളിലെല്ലാം പോകുമ്പോൾ അതിൻ്റെ പേരറിയില്ല, ഒരു സൗണ്ട് ആക്കലുണ്ട്. അപ്പോൾ പശുവിനെ മേയ്ക്കുന്നുണ്ട് കണ്ടത്തിൽ, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഓനിനെ ഓടി രസിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമുക്ക് ഇവിടെ കയ്യോന്നി കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ. ഓടാൻ വേണ്ടിയിട്ട്. നീ ഇങ്ങോട്ട് വന്നേ, എടി ഓടുന്നേ, വന്നോ ഇങ്ങോട്ട്. ഉണ്ട് നല്ല രസമില്ലേ കണ്ടത്തിൽ പശുവിനെല്ലാം മേയിച്ചിട്ട് കാണാൻ. ഒരു പ്രത്യേക രസമാണ്, പ്രകൃതിരമണീയമായ സംഭവമാണ്. പക്ഷേ കയ്യോന്നി കിട്ടാത്തതുകൊണ്ട് ടെൻഷൻ. ഓക്കെ, ഒരു കുരങ്ങൻ മരം കയറുന്നു. ചിമ്പാൻസി കുരങ്ങൻ മരം കയറുകയാണ്. ഇങ്ങോട്ട് ഇറങ്ങിക്കോ, അതിൽ ഉണങ്ങിയ കമ്പും കഷ്ണിലാന്നേ. ആ വേഗം വന്നു ഇങ്ങോട്ട്. ഇടിയിപ്പോൾ ഒരു കവുങ്ങുന്തോട്ടത്തിൽ എത്തിപ്പെട്ടില്ലേ. ഇടിയിപ്പോൾ രേച്ചിനെ കണ്ടിനെ. രേച്ചിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് കണ്ടത്തിൽ കുറവാണ് ഇപ്പം കയ്യോന്നി. സൈഡിൽ എവിടെയെങ്കിലും ശ്രദ്ധിച്ച് നോക്കുക, ഒന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ ചിലപ്പോൾ എവിടെയും കാണും എന്ന് പറഞ്ഞു എന്നോട്. ഏടി കണ്ടിച്ച പരാജയപ്പെട്ട് പോകേണ്ട അവസ്ഥയാണ്. ആകെ ഒരാളിരുന്ന് കരയുന്നുണ്ട്, പോവാന്ന് പറഞ്ഞിട്ട്. വേറെ വഴിയില്ല. എന്താ ഈ പൂവിൻ്റെ പ്രളയമാണ് ഇടാ. ഈ ഒരു പൂ മാത്രമേ ഇവിടെ കാണാനില്ല, മഞ്ഞപ്പൂ. കമ്മൽ പൂ നമ്മളെല്ലാം പറയില്ലേ, എത്രയാ നോക്കി കണ്ടത്തിൽ. അയ്യോ അങ്ങോട്ട് നോക്കിയോട്ടെ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടു, ഭയങ്കര വെയിൽ വന്നിട്ടുണ്ട് ഇടാ. ഒരു സ്ഥലത്ത് കാണുന്നില്ല. ഒന്നും കൂടെ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ നോക്കുക ചെയ്യുന്നത്. ഇതും കൂടെ നമ്മൾ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളിത് മതിയാക്കി പോയി ജീവിതത്തിൽ വരില്ല.
ഇതാണ് കൊടവനല കേട്ടോ, കൊടവനല. അല്ലെങ്കിൽ കണ്ടത്തിൽ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അധികം കാണുന്നത്. തണുപ്പുള്ള ഏരിയയിലെല്ലാം ഇങ്ങനെ ഈ ഔഷധ മരുന്നുകളൊക്കെ ഉണ്ടാവും. ഇവർ രണ്ടാളും അടിപൊളി കൂടിയാണ്. നമ്മളിതാ കുറെ തപ്പി ക്ഷീണം പിടിച്ചു. ഏതാണ്ട് ഇപ്പൊ നമ്മളൊരു 9:15 ആറ്റി ഇങ്ങോട്ട് വന്നിനി. ഇപ്പൊ സമയം ഏകദേശം 11:30 ആവാൻ പോകുന്നു. അന്നേരം നമ്മളിപ്പോൾ തിരിച്ചു പോലായി. കുറേ നടന്ന് ക്ഷീണം പിടിച്ച് വയലിൻ്റെ അങ്ങ് അറ്റം വരെ പോയി തപ്പി എവിടെയും കാണുന്നില്ല. പിന്നെ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണാക്കാൻ ഉപയോഗിക്കാതെ അമ്മ പറയുന്നത്. ഇതെന്നാ സാധനം നിനക്കറിയില്ല. എൻ്റെ പേര് കൊടവനല. ഇതിൻ്റെ പേര് കൊടവനല എന്നാണ് അമ്മ എന്നോട് പറഞ്ഞിനി. എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഇനി വൈകുന്നേരം വരാം. നമുക്ക് വൈകുന്നേരം ഇതെല്ലാം കാണല്. ഫോൺ പറഞ്ഞില്ലേ, നമ്മൾ മടുത്തു, ക്ഷീണം പിടിച്ചു. നമുക്ക് കൊടവനല കിട്ടിയിട്ടുണ്ട്. അമ്പൂട്ട് ഭയങ്കര കുരുത്തക്കേട് കുഴപ്പമാക്കുന്നത്. കൂടാതെ അമ്പൂട്ട് ചെരുപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര മടുപ്പ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പോലായി. അതായത് നമ്മൾ തോറ്റ് തുന്നമ്പാടിയിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓക്കെ. ഇന്നലെ നമ്മൾ കണ്ടത്തിൽ വന്നിനി. എന്നിട്ട് ഒരു കയ്യൊന്നും പോലും ഇവിടെ ഏടി ഉണ്ടായിട്ടാ. പക്ഷെ ഇന്ന് നോക്കി എത്ര കിട്ടിയെന്ന് എനിക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. അത്ര സന്തോഷമായി. ഇന്നലെ ഞാനും കണ്ണനും കൂടെ വന്നിന്. അമ്പൂട്ടനെ ഒന്നും കിട്ടിയില്ല. ഇന്ന് ഏട്ടനെയും കൂട്ടിയിട്ട് വന്നിന്. എന്തോ ഭാഗ്യമുണ്ട്. നോക്കിയാൽ കിട്ടിയത് പറഞ്ഞ് വിശ്വസിക്കില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. അത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് കയ്യൊന്നും കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എണ്ണ കാച്ചാം. അത്ര കിട്ടിയിട്ടുണ്ട്.